നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 എക്സാമിന് ചോദിക്കാം, എൻട്രൻസിന് ചെറിയ ടച്ചുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ഒരു പുതിയ ക്വസ്റ്റ്യൻസുകളാണെന്ന് മാത്രം. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പഠിക്കണം. എക്സാമിന് മുൻപായിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതിൻ്റെയൊക്കെ ഒരു 10 മടങ്ങെങ്കിലും നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ അതിനുള്ളിൽ നിന്നും ഉള്ള ഒരു പ്രയോജനം മീൻസ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ +2 പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. പക്ഷേ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആവരുത്, അൺലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. f(x) = kx by modulus x, x less than 0 and 3x greater than or equal to 0 is continuous at x equal to 0, then k. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ മോഡുലസ് ആയിരുന്നു പ്രശ്നം അല്ലേ? ശരി, ആ മോഡുലസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. മോഡുലസ് ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഇത് എൻട്രൻസിന് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു 15 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു +2-ന് 3 മാർക്സോ 2 മാർക്സിനോ ചോദിക്കുമ്പോൾ ചെയ്യേണ്ട രീതി ഉണ്ടല്ലോ, ആ രീതി കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ചെയ്യണം. ലെഫ്റ്റ് ലിമിറ്റിനൊക്കെ എഴുതാൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ലിമിറ്റ് x→0 മൈനസ് f(x) ഈസ് ഈക്വൽ ടു ലിമിറ്റ് x→0 മൈനസ് f(x) ലെസ് ദാൻ 0ക്ക് നേരെയുള്ള ആരെ കൊടുക്കണം? kx ബൈ മോഡുലസ് എക്സ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഇങ്ങനത്തെ k കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ലെഫ്റ്റ് ലിമിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എഴുതിയേക്കുന്നത്. ഫംഗ്ഷനെ ചൂസ് ചെയ്തു. ഇനി അവിടെ മോഡുലസ്, ആ മോഡുലസിനെ കളഞ്ഞണം. എങ്ങനെയാണെന്ന് നോക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് x→0 kx ബൈ -x. അത്രയേ ഉള്ളൂ. മോഡുലസ് എക്സിന് പകരം -x എഴുതി, ബിക്കോസ് x ലെസ് ദാൻ 0. വെൻ x ലെസ് ദാൻ 0 മോഡുലസ് x ഈക്വൽ ടു -x. മറന്നുപോലെ കേട്ടോ. എക്സിൻ്റെ വാല്യൂ 0-ന് കുറേ ആകുമ്പോൾ മോഡുലസ് എക്സിന് പകരം നിങ്ങൾ എഴുതേണ്ടത് -x-ഉം, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സമയങ്ങളിൽ മോഡുലസ് എക്സിന് എഴുതേണ്ടത് +x-ഉം. കൃത്യമായല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് x ക്യാൻസലായി കളയാം. പിന്നെ k ബൈ -1 -k, അതിൻ്റെ ലിമിറ്റ് എത്ര തന്നെയാണ്? -k. ഓക്കെ, that means left limit of this function is -k. Then right limit. Right limit എന്ന് പറയുമ്പോൾ ലിമിറ്റ് x→0 plus f(x). That is ലിമിറ്റ് x→0 plus f(x)ന്റെ റൈറ്റ് ലിമിറ്റ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0ക്ക് നേരെയുള്ള ആരെയാണ് എഴുതേണ്ടത്? 3. 3 is a constant, therefore answer is 3 itself. അപ്പോൾ നമുക്ക് 3 കിട്ടി. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് കിട്ടി, റൈറ്റ് കിട്ടി. Since the function is ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? Continuous. Therefore left limit is equal to right limit implies -k is equal to 3 or k equal to -3. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ kയുടെ വാല്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ ഒരു വെറൈറ്റി പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f(x) ഈക്വൽ ടു x e⁻x ഈസ് ഇൻക്രീസിങ്. ഈ x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകണമെങ്കിൽ അത് ഏത് ഇൻ്റർവെല്ലായിരിക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധാരണ മെത്തേഡൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇല്ല, ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ഇൻ്റർവെൽ ഡിക്രീസിങ് ഇൻ്റർവെൽസിനെ കണ്ടുപിടിക്കാൻ ആദ്യം ഫംഗ്ഷൻ എഴുതുക, ഡെറിവേറ്റീവ് എടുക്കുക, ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് f(x) ഈസ് ഈക്വൽ ടു x e⁻x, ദെൻ f'(x). f'(x) എന്ന് പറയുമ്പോൾ x e⁻x നമ്മൾ പ്രോഡക്റ്റ് ഉള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് first into derivative of second plus second into derivative of first. Okay, taking e⁻x as common, then we get e⁻x into ബ്രാക്കറ്റിൽ ആരെ കിട്ടി? x+1. ഓക്കെ, ഇനി ഇൻക്രീസിങ് ഇൻ്റർവെൽ ആകണമെന്നുണ്ടെങ്കിൽ f'(x) എങ്ങനെയായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0, വെറും ഇൻക്രീസിങ് ഉള്ളെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് e⁻x into x+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. e⁻xൻ്റെ x+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നോക്കാം. ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് ആരെ കൊടുത്താലും എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, e⁻xനുള്ളിൽ എക്സിന് ആരെ കൊടുത്താലും പോസിറ്റീവാണ്. പിന്നെ പ്രശ്നം ഇയാളാണ്. നിങ്ങൾക്കറിയാം x+1ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0-ഓ 0-ൽ കൂടുതലോ കിട്ടണമെങ്കിൽ ഈ എക്സിന് കൊടുക്കേണ്ട വാല്യൂ നിങ്ങൾ നോക്കി, ഇത് +1 ആണ്. അപ്പോൾ ഇവിടെ ഒരു -1 കൊടുത്തു തുടങ്ങിയാൽ ഓക്കെയാണ്. -1ന് അപ്പുറത്തോട്ട് പോകുന്നതല്ല. -1 എന്നിങ്ങനെ നമ്മുടെ നമ്പർ ലൈന് വരച്ചാൽ
ഇത് 0, ഇത് 1, ഇത് 2, ഇങ്ങനെ വന്ന് ഇൻഫിനിറ്റി, ഇവിടെ -1, ഇപ്പുറത്ത് ഇങ്ങനെ വന്ന് -∞ ആവും. അപ്പോൾ -1 കഴിഞ്ഞിട്ടുള്ള നമ്പർ കൊടുത്താൽ ഈ -1 കഴിഞ്ഞിട്ടുള്ള നമ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ഇടുന്നത് ശരിയല്ലേ? അപ്പോൾ -1 കൊടുത്താൽ -1 + 1 0. ഇനി 0 കൊടുത്താൽ 0 + 1, 1 കൊടുത്താൽ 1 + 1 പോസിറ്റീവ് എല്ലാം കിട്ടുന്നത് അല്ലേ? അപ്പോൾ -1 ഇപ്പുറത്തുള്ള ഏതെങ്കിലും നമ്പർ കൊടുത്താൽ നെഗറ്റീവ് ആവും. അപ്പോൾ x+1 ആണ് ഇവിടുത്തെ പ്രശ്നകാരി. ദെയർഫോർ നമ്മുടെ ഇൻക്രീസിങ് ഇൻ്റർവെൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എലമെൻറ്റ് ഓഫ് -1 to ∞ കേട്ടോ. -1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഇതാണ് നമ്മുടെ ഇൻക്രീസിങ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. 2 നല്ല കുട്ടി പ്രോബ്ലംസ് ആണ്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം എന്നുള്ള വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഗുഡ് ബൈ.